CAA നിയമമായി മാറിയിട്ട് വർഷം 4ആയി. പക്ഷേ ഇതുവരെ കോടതിയെ സമീപിക്കാത്തവർ ഇപ്പോൾ കോടതിയെ സമീപിക്കുന്നു. സാധാരണ പാർലമെൻറ്റിൽ ഒരു നിയമം പാസ്സായാൽ സ്വാഭാവികമായും അതിന് തുടർ പ്രവർത്തനമാണ് ചട്ടങ്ങൾ വരിക എന്നുള്ളത്. അത് മാത്രമേ വന്നിട്ടുള്ളൂ. നിയമം നേരത്തെ പാസ്സാക്കിയതാണ്. അപ്പോൾ ചട്ടങ്ങൾ വരുമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും അറിയാം. പക്ഷേ ഇപ്പോഴും സുപ്രീം കോടതിയെ സമീപിക്കുന്നു. രമേശ് ചെന്നിത്തല വ്യക്തിപരമായി സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. കോൺഗ്രസ് സുപ്രീം കോടതിയിലേക്ക് പോകാൻ പോകുന്നു. സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. DYFI സുപ്രീം കോടതിയെ സമീപിക്കുന്നു. ഇതെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ വോട്ടുകൾ മൊത്തമായി കച്ചവടം ചെയ്യാനുള്ള നിഗൂഢമായ നീക്കത്തിൻ്റെ ഭാഗമാണ്. അതേപോലെ തീവ്രവാദ സംഘടനകളുമായിട്ടുള്ള രാഷ്ട്രീയ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുന്നത്. ഇത് കേരളീയ സമൂഹത്തെ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും. ഇപ്പോൾ ഞാൻ സൂചിപ്പിക്കട്ടെ, CAA വിഷയത്തിൽ ആ വിഷയത്തിൽ കേരളത്തിലൊന്നും സംഭവിക്കാനില്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, കേരളത്തിലെ മുസ്ലിങ്ങൾക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഈ ബില്ലിൽ എവിടെയും മുസ്ലിം പദപ്രയോഗം പോലുമില്ല. കേരളത്തിലെ ഒരു മുസ്ലിമിനും പൗരത്വം നഷ്ടപ്പെടുന്നില്ല. പിന്നെ എന്തിനാണ് ഈ കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടിയും ഈ തീവ്ര നിലപാട് സ്വീകരിക്കുന്നത്? സ്വാഭാവികമായിട്ടും തീവ്രവാദ സംഘടനകൾക്ക് മതസ്പർദ്ധ ഉണ്ടാക്കണം, മതകലാപം ഉണ്ടാക്കണം, അവർ അജണ്ടയാണ്. ആ അജണ്ട നടപ്പാക്കാൻ എന്തിനാണ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും LDFും കോൺഗ്രസും അതിനനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത്? ഈ CAA നിയമത്തിലൂടെ ആകെ സംഭവിക്കുന്ന എന്താ? എല്ലാവർക്കും അറിയാം. അഫ്ഗാനിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും അവിടെ മതന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹൈന്ദവ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടവർ 2014 മുമ്പ് ആരെങ്കിലും ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ, അഭയാർത്ഥികളായി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പൗരത്വം നൽകുന്നതാണ് ഈ നിയമം. അതേസമയത്ത് നമ്മുടെ പൗരത്വ നിയമം നിലവിലുണ്ട്. ആർക്കെങ്കിലും ഏതെങ്കിലും രാജ്യത്തു നിന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളവർക്ക് പൗരത്വം വേണമെങ്കിൽ അപേക്ഷിക്കാനും ലഭിക്കാനുമുള്ള സാഹചര്യം വേറെയുമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും പീഡനമേറ്റ് അവിടെ നിന്ന് വരുന്ന മതന്യൂനപക്ഷങ്ങൾക്ക്, അത് ക്രൈസ്തവരായിപ്പോയി ഹൈന്ദവരായിപ്പോയി എന്നുള്ളതല്ലേ ഉള്ളൂ, അവർക്കൊരു പൗരത്വം നൽകുന്നതിൽ എന്തിനാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇത്ര വെപ്രാളം കൊള്ളുന്നത്? ഈ ഹൈന്ദവ സമൂഹത്തിനും ക്രൈസ്തവ സമൂഹത്തിനും ഒരു പൗരത്വം നൽകുന്നതിൽ എന്തിനാണ് ഈ കോൺഗ്രസ് ഇത്രമാത്രം വെപ്രാളം കാണിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ഹൈന്ദവ ക്രൈസ്തവ വിരുദ്ധ നിലപാടുകൾ ഈ രണ്ട് പാർട്ടികളും സ്വീകരിക്കുന്നത്? അപ്പോൾ ഒരു ഭാഗത്ത് ഹൈന്ദവ ക്രൈസ്തവ അവഗണന, മറുഭാഗത്ത് മുസ്ലിം സമൂഹത്തിൽ അനാവശ്യമായ ആശങ്കകൾ സൃഷ്ടിക്കുക. അതുവഴി ഈ വിഭാഗങ്ങൾ തമ്മിലെ സ്പർദ്ധ ഉണ്ടാക്കി അകലം വർദ്ധിപ്പിച്ച് ഇതൊരു കലാപമായിട്ട് മാറ്റുക എന്നുള്ളതാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ തന്നെ, സാമുദായിക സമരസത്തെ തന്നെ അപകടപ്പെടുത്താനാണ് ഇരു പാർട്ടികളും ഇരു മുന്നണികളും ശ്രമിക്കുന്നത്. ഇത് ദൂരവ്യാപകമായ ഭവിഷ്യത്തുണ്ടാക്കും. ഞങ്ങൾ കേരളത്തിലെ എല്ലാ മതവിഭാഗങ്ങളോടും മുസ്ലിം സമൂഹത്തോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ LDFൻ്റെയും UDFൻ്റെയും ഈ വ്യാജ പ്രചരണത്തിൽ നിങ്ങൾ കീഴ്പ്പെട്ടു പോകരുത് എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുക.